உங்க அப்பா இங்க தான் இருப்பாருன்னு சொன்னாங்க. அதான் தேடிக்கிட்டு இருக்கேன். எங்க உங்க அப்பாவையே காணோம். எங்களுக்கும் நக்கலா நையாண்டியா சம்பந்தம் இல்லாத குட்டி கதை இதெல்லாம் எங்களுக்கும் பேச தெரியும். இப்பவும் சொல்றேன், மக்கள் பணத்துல இருந்து ஒரு பைசா கூட தொடமாட்டோம், தொடவும் விடமாட்டோம், தொட்டா விடமாட்டோம், இதுக்கு முன்னாடி தொட்டவங்களையும் விடமாட்டோம். ஒவ்வொரு ஊழலா வெளியில வரும் போலயே, ஒவ்வொரு வேஷமா கலைஞ்சிரும் போலயே இங்க இருக்கிற நிறைய பேரு நடுங்கி போய் இதுல நம்ம மேல அவதூறு வேற. இப்ப புதுசா ஒரு வெப்பன் ஒண்ணு கொண்டு வந்திருக்காங்க. அது என்ன தெரியுமா? அவங்க தயவால தான் நம்ம ஆட்சி നടக்குதான். மக்கள் தயவால இந்த ആட்சி നടந்துகிட்டு இருக்கு. അഖിൽ മാരാർ ഉന്നയിച്ച ആരോപണത്തിന്റെ എന്തെങ്കിലും അടിസ്ഥാനം ഇപ്പോൾ ഉണ്ടോ? 100% അഖിൽ മാരാർ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എസ്എഫിലെ കളത്രമൊന്നല്ല. അഖിൽ മാരാർ അതിനൊരു സാധ്യത, അതായത് ഫണ്ടിൽ ക്രമക്കേട് 262 കോടി രൂപ സഞ്ചിത ഫണ്ടിലേക്ക് ക്രമരഹിതമായി മാറ്റി 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. എസ് വിനേഷ് കുമാർ. ഇനി ഭയങ്കര രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാനത് പറയാം. ഒന്നാമത്തെ കാര്യം കള്ളപ്രചരണങ്ങളാണ്. സർക്കാർ വന്ന് 1 മാസം ആകുന്നതിന് മുമ്പ് മുഴുവൻ നടത്തിയത്. KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യ യാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ് ഓർഡിനറി ബസ്സല്ല സിറ്റി ബസ്സാക്കി മാറ്റിയെന്ന് പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. സിറ്റി ഫാസ്റ്റ് കള്ളപ്രചരണം, അതിന്റെ ഗ്രേസ് കളയാൻ വേണ്ടി. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ. വ്യാപകമായ പ്രചരണമാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. തമിഴ്നാട് രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് കൂട്ടുകാരെ. വെള്ളിത്തിരയിലെ ആരാധകരെ കയ്യിലെടുത്ത നമ്മുടെ വിജയ് ഇപ്പോൾ നേരെ ലക്ഷ്യം വെക്കുന്നത് എവിടെയാണ്? സ്റ്റാലിന്റെയും ഉദയനിധിയുടെ അധികാര കോട്ടയിലേക്കാണ്. നിയമസഭയിൽ വിജയ് പൊട്ടിച്ചിട്ട ആ ഒരു കുട്ടിക്കഥ വെറും ഒരു കഥയൊന്നുമല്ല, അതൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ തുടക്കമാണ് കൂട്ടുകാരെ. എന്തായാലും ഈ ഒരു കഥ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക. കണ്ടാൽ മാത്രമാണ് കാര്യം മനസ്സിലാകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കൂട്ടുകാരെ. അപ്പൊ നമുക്ക് ആദ്യം വിജയുടെ കാര്യത്തിലേക്ക് പോവാം. അതിനുശേഷം നമ്മുടെ കേരള ഭരണത്തിലെ നമ്മുടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള ആ ഒരു വലിയൊരു ബോംബ് തന്നെ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പൊട്ടിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു സംഭവത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ കഥയിലേക്ക് പോകാം. To remain silent in the face of evil is itself evil அப்படின்னு ஒரு பழமொழி உண்டு. அது யாருக்கு பொருந்ததோ இல்லையோ இந்த அரசுக்கு சரியாக பொருந்தது. ஆகவே முதல் வேலையா சட்டம் ஒழுங்கை காப்பாற்றுறதுக்கு முக்கியத்துவம் கொடுத்து இந்த அரசு நடவடிக்கை எடுக்கணும்னு கேட்டுக்கொள்கிறேன். அரசு சொல்றதா நினைச்சுக்கிட்டு நம்மள இன்டைரக்டா ஈவில் அப்படின்ற அந்த வார்த்தையை யூஸ் பண்ணாங்க. எனக்கு ஒன்னே தான் சொல்லணும்னு தோணுது. ஈவில்ஸ்னு டெவில்ஸ் பேசக்கூடாது. அவங்க இருந்திருந்தா ஒரு ஆக்ஷன் பண்ணணும்னு எனக்கு தோணுச்சு. எல்லாரும் போயிட்டாங்க. பர்மிஷன் பண்ணலாமா? இப்பவும் பண்ணலாம், ஒன்றும் தப்பு இல்லை. உங்க அப்பா இங்க தான் இருப்பாருன்னு சொன்னாங்க. அதான் தேடிக்கிட்டு இருக்கேன். எங்க உங்க அப்பாவையே காணோம். எங்களுக்கும் நக்கலா நையாண்டியா சம்பந்தம் இல்லாத குட்டி கதை இதெல்லாம் எங்களுக்கும் பேச தெரியும். இப்பவும் சொல்றேன், மக்கள் பணத்துல இருந்து ஒரு பைசா கூட தொடமாட்டோம், தொடவும் விடமாட்டோம், தொட்டா விடமாட்டோம், இதுக்கு முன்னாடி தொட்டவங்களையும் விடமாட்டோம். ஒவ்வொரு ஊழலா வெளியில வரும் போலயே, ஒவ்வொரு வேஷமா கலைஞ்சிரும் போலயே இங்க இருக்கிற நிறைய பேரு நடுங்கி போய் இதுல நம்ம மேல அவதூறு வேற. இப்ப புதுசா ஒரு வெப்பன் ஒண்ணு கொண்டு வந்திருக்காங்க. அது என்ன தெரியுமா? அவங்க தயவால தான் நம்ம ஆட்சி நடக்குதான். மக்கள் தயவால இந்த ஆட்சி நடந்துகிட்டு இருக்கு. மக்கள் என்ன பண்ணிட்டாங்க? எம்ஜிஆர் என்ன பண்ணிட்டாரு, எம்ஜிஆர் என்ன இது பண்ணிட்டாரு. 50 வருஷமா ஒரே டெக்னிக்கா, டெக்னாலஜி எல்லாம் மாறி வேற எங்கேயோ போயிட்டு இருக்கு. பஸ் கொஞ்சம் டெக்னிக் ஆச்சு கொஞ்சம் மாத்தினா கொஞ்சம் நல்லா இருக்கும். அதனால மக்களுக்கு யூஸ்ஃபுல்லா இருக்கிற மாதிரி இந்த ஆக்கப்பூர்வமான கருத்துக்களோ ஆக்கப்பூர்வமான யோசனைகளோ இருந்தா சொல்லுங்க. அது நாங்க டிஃபரெண்டா எடுத்துக்கிறோம். ஆனா அதை விட்டுட்டு இந்த நக்கல் நையாண்டி சம்பந்தம் இல்லாத பேச்சு இதெல்லாம் பேசிட்டு அப்புறம் முதல்வருக்கு பதில் சொல்ல தெரியல அப்படின்னா அப்புறம் என்ன சோஃபா மாடல் ஆட்சியா? அது என்னன்னு புரியறதுக்கு எனக்கு ரொம்ப நாள் ஆச்சு. இந்த சோஃபா செட்டு, டேபிள் சேரு, டீபாய், பர்னிச்சர் பிசினஸ் எல்லாம் வேற எங்க வெளியில போய் பண்ண சொல்லுங்க. அப்படி அந்த பிசினஸ் தான் பண்ணணும்னா நிறைய பிசினஸ் பண்ற மாதிரி வெளியில போய் பண்ண சொல்லுங்க. எங்க சட்டசபைக்குள்ள வேணாம்.
அதனால ஆக்கப்பூர்வமான கருத்துக்கள் இருந்தா சொல்லுங்க. டெஃபினட்டா அது சரியா இருந்தா நாங்க. നിയമസഭയുടെ ഉള്ളിൽ വിജയ് തൊടുത്തുവിട്ട ഈ വാക്കുകൾക്ക് തീവ്രത കൂടുതലാണ് കൂട്ടുകാരെ. അധികാരത്തിന്റെ മത്ത് പിടിച്ചവർക്ക് താഴെ തട്ടിലുള്ള ജനത്തിന്റെ വികാരം മനസ്സിലാകില്ല എന്നുള്ള പരോക്ഷമായിട്ട് തന്നെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൊളത്തൂർ മണ്ഡലത്തിൽ സ്റ്റാലിൻ അനുഭവിക്കുന്ന ഈ ഒരു പുകച്ചിലും ഒട്ടും ചെറുതല്ല. എതിരാളികളെ പോലും അമ്പരപ്പിക്കുന്ന കൃത്യതയോടെയാണ് വിജയ് ഓരോ നീക്കവും നടത്തുന്നത്. കുട്ടിക്കഥ എന്ന് പറയുമ്പോഴും അതിന്റെ ഓരോ വാക്കിനും പിന്നിലും DMKയുടെ അടിവേരുകൾ ഇളക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്. ഉദയനിധിയും സ്റ്റാലിൻ ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? ജനങ്ങൾ പുതിയൊരു മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. എന്തായാലും നമ്മുടെ വിജയുടെ ഈ പെർഫോമൻസ് കണ്ടിട്ട് ഉദയനിധി സ്റ്റാലിൻ അങ്ങ് മിണ്ടാതിരുന്നില്ല. പുള്ളിക്കാരനും ഇറങ്ങി തിരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു നോക്കി. ஒரு ஆடியோ லான்ச் ஃபங்க்ஷன், ட்ரெய்லர் லான்ச் ஃபங்க்ஷன்லாம் இதுதான் அவருடைய பணி. அதுதான் இங்கேயும் ஒரு கடைப்பிடிக்கிறாரு. சொல்லப்போனால் சட்டமன்றத்தை வந்து கிட்டத்தட்ட ஒரு சினிமா தேட்டர் மாதிரி ஆக்கிட்டாங்க. இன்னைக்கு விசில் அடிக்க ஆரம்பிச்சிட்டாங்க. இதெல்லாம் வந்து சபையே பார்க்காதது. விசில் அடிக்க ஆரம்பிச்சிட்டாங்க. இன்னும் நம்ம ஒரு மினிஸ்டர்லாம் டான்ஸ்லாம் நேரத்தில் ஆட ஆரம்பிச்சுருவார் நினைக்கிறேன். பாட்டெல்லாம் போட்டு ஐட்டம் சாங்லாம் போடுவாங்க. அதான் இது வந்து முழுக்க அவங்க வந்து இந்த சோஷியல் மீடியாவில் ட்ரெண்ட் ஆகணும்னு, ரீல்ஸாக போகணும்னு. இன்னைக்கு முதலமைச்சரோட பேச்சை நீங்கள் எடுத்து பார்த்தீங்கன்னா கிட்டத்தட்ட ஒரு அரை மணி நேரம் பேசியிருக்காருன்னா அதில் ஒரு 10 ரீல் தேரும். அது வந்து பிளான் பண்ணி தான் பண்ணுறாங்க. இது ஃபுல்லாக ஸ்கிரிப்டடாக தான் இருக்குது. இது நாங்கள் எதிர்பார்த்தது தான். ஓரளவுக்கு மேலே பொறுத்துக்க முடியல. ரொம்ப எங்களுடைய ரொம்ப ஆர்டிஃபிஷியலாக பேசுகிறாரு. நடிக்க ஆரம்பிச்சிட்டாரு. இங்கேயும் இப்போ செய்கையெல்லாம் கொஞ்சம் நடிச்சுக்காரு. ஆக்ஷன்லாம் இன்னும் ஸ்பீக்கர் வந்து ஆக்ஷன் கட்டு அதெல்லாம் இனிமேல் சொல்லுவாருன்னு நினைக்கிறேன். ஒன் மோர்லாம் இனிமேல் ஸ்பீக்கர் அனுமதி வாங்கி ஆக்ஷன் பண்ணலாமான்னு கேட்குறாரு. ஸ்பீக்கர் ஆக்ஷன் அப்படின்றாரு. இனிமேல் முதலமைச்சர் வந்து இங்கே வந்து ஃபுல் கேரவேன்லாம் வந்துடும் நினைக்கிறேன். கேரவேனு, மேக்கப்பு, ஸ்டண்ட் மாஸ்டர் எல்லாம் வந்துருவாங்கன்னு நினைக்கிறேன். இது சட்டமன்றத்தை கிட்டத்தட்ட ஒரு ஷூட்டிங் ஸ்பாட்டாக மாற்றி. എന്തായാലും തമിഴ്നാട് നിയമസഭയിൽ വിജയ് നടത്തിയ ഈ ഒരു പരാമർശങ്ങൾ വെറും ഒരു പ്രസംഗമായിട്ട് കാണരുത് കൂട്ടുകാരെ. ഉദയനിധിയും ഭരണപക്ഷത്തെയും ലക്ഷ്യം വെച്ച് വിജയ് നടത്തിയ ആ ഒരു പ്രസംഗം രാഷ്ട്രീയത്തിൽ ഒരു ആക്ഷൻ കട്ട് വൺ മോർ എന്നുള്ള രീതിയിൽ അധികാരികളെ ട്രോളുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അതായത് ജനവികാരം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നവർക്കുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണിത്. അപ്പം നമ്മുടെ തമിഴ്നാട്ടിലെ അധികാരം ഇതാണ്. നമ്മുടെ തമിഴ്നാട് നിയമസഭയിൽ നമ്മുടെ ദളപതി വിജയുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അദ്ദേഹം കാണിച്ച അത് വലിയ രീതിയിൽ ചർച്ചയായി. ഈ തമിഴ്നാട്ടിലെ അധികാരം പിടിക്കാൻ ദളപതി വിജയ് തന്ത്രങ്ങൾ മെനയുമ്പോൾ മറുവശത്ത് കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതകൾ ഓരോന്നായിട്ട് ഇപ്പൊ പുറത്തു വരികയാണ്. വിജയ് ഇവിടെ നിയമസഭയിൽ നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഒരു വശത്തും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ വൻ ക്രമക്കേടുകൾ മറുവശത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.06 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റി. റവന്യൂ കമ്മിയും ധനകമ്മിയും കുറച്ചു കാണിച്ചാണ് നടപടി. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടിയുണ്ടെന്ന CAG. ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടിയെന്നും. നമ്മുടെ കേരളത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വൻ ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 262 കോടി രൂപയാണ് ഈ ഒരു വക മാറ്റിയിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ക്രമക്കേടെന്ന കണ്ടെത്തലുമായി CAG റിപ്പോർട്ട്. 262 കോടി സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിലേക്ക് മാറ്റിയെന്നാണ് CNDGയുടെ കണ്ടെത്തൽ. ധനകമ്മിയും റവന്യൂ കമ്മിയും കുറച്ചു കാണിക്കാനുള്ള നീക്കം നടന്നതായും CAG റിപ്പോർട്ടിൽ പറയുന്നു. വിജിൻ ബായാന്തോട് വിശദാംശങ്ങളുമായി. വിജിൻ, CNDGയുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ അനുസരിച്ച് ഈ ദുരിതാശ്വാസ നിധി എങ്ങനെ വകമാറ്റി എന്നാണ് പറയുന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി എന്നുള്ള കണ്ടെത്തലാണ് CAG റിപ്പോർട്ടുള്ളത്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.06 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റി എന്നുള്ള കണ്ടെത്തലാണ്. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് റവന്യൂ കമ്മിയും ധനകമ്മിയും കുറച്ച് കാണിക്കാനാണ്. അതായത് 262.06 കോടി രൂപ റവന്യൂ കമ്മിയും ധനകമ്മിയും കുറച്ച് കാണിക്കാനാണ് ഇത്തരത്തിലൊരു നീക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായത് എന്നുള്ള കണ്ടെത്തലാണ് ഉള്ളത്. അതൊരു ഗുരുതരമായ കണ്ടെത്തലാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൊതുജനങ്ങളൊക്കെയാണ് സംഭാവന ചെയ്യുന്നത്. അതിന്റെ സുതാര്യത കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ ഉള്ളതാണ് നിലവിലെ CAG റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കിയെന്നുള്ള കണ്ടെത്തലുമുണ്ട്. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് CAG ചെയ്യുന്നത്. ഇങ്ങനെ 39,230 കോടി രൂപയാണ് ഓഫ് ബജറ്റ് കടബാധ്യതയായി വന്നിട്ടുള്ളത്. ജനങ്ങളുടെ പണം ഇത്തരത്തിൽ ദൂർത്തടിക്കുമ്പോൾ മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഭരണകൂടം മൗനം പാലിക്കുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും നമ്മുടെ അഖിൽ മാരാരും ഇതിനെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഹാഷ്മിയുമായിട്ട്. അതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നമ്മുടെ അഖിൽ മാരാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ടതാണ്. അന്നത്തെ ആ ഒരു ഇന്റർവ്യൂ ചെയ്തില്ലേ, ആ ഒരു പോർഷൻ അഖിൽ മാരാർ വീണ്ടും എടുത്തിട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു നോക്കി. പക്ഷെ അഖിൽ മാരാർക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു ഫണ്ടിനെ നശിപ്പിക്കാൻ ആലോചിക്കുന്ന മുമ്പ്
ഒരൊറ്റ ഫോൺ കോൾ ചെയ്താൽ മതി. കേരളത്തിന്റെ ഫണ്ടിനെ ഞാനെന്നല്ല ഒരു മനുഷ്യൻ വിചാരിച്ചാലും നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വിചാരിച്ചാൽ ഞാൻ ഇവരെ കാട്ടി എന്തോ വലിയ സംഭവമാണ് നിങ്ങൾ പറയുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഒരൊറ്റ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിനെ സാധൂകരിക്കാൻ CMDRF കുറ്റം കണ്ടെത്താൻ അഖിൽമാരാർ അതിൽ കയറി ഒരു ശ്രമം നടത്തുന്നു. അത് പൊളിയുന്നു. അത് പൊളിഞ്ഞിട്ടും അഖിൽമാരാർ അതിൽ തന്നെ നിൽക്കുകയാണ്. ഒരു പൊളിഞ്ഞിട്ടില്ല. കാരണം ഇതിനകത്ത് ഫസ്റ്റ് കള്ളം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. എന്താ ഒരു 4900 ചില്ലുവാനം കോടി രൂപ ഈ പറഞ്ഞ ആശ്മീയുടെ തന്നെ പഴയ ഇൻട്രോയിലെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആടിനെ വിറ്റ പൈസയും പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും ഭിക്ഷ എടുത്ത പൈസയും മീൻ വിറ്റ പൈസയും എല്ലാം കൂടെ കൊണ്ട് ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ജനം കൊണ്ട് കൊടുത്തു. ഇതിന്റെ കണക്ക് എനിക്ക് കൊട്ടാരക്കര താലൂക്കിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കൊന്നും അറിയണം. ഞാൻ ഇനി കണക്കും ചോദിച്ച് വിവരാവകാശം ചോദിച്ചു പോകണമെന്ന് പറയുന്നതല്ല എന്റെ ശരി. അതാണ് ശരി. ഇവിടുത്തെ ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞു ശരി ഒരു ഭാഷ കരയോഗം പ്രസിഡന്റ് ആയിക്കോട്ടെ ഞങ്ങളെല്ലാവരും പരിപാടി നടത്തിയിട്ടുള്ള ആരോപണം 100% പൊളിഞ്ഞില്ലേ? ഇവരിന് നാളെ കിടക്കുന്നേ ഉള്ളൂ. ഹൈക്കോടതി പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അഖിൽമാരാർ ഉന്നയിച്ച ആരോപണത്തിന്റെ എന്തെങ്കിലും അടിസ്ഥാനം ഇപ്പോൾ ഉണ്ടോ? 100% അഖിൽമാരാർ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. KSFയിലെ കള്ളത്തരമൊന്നുമല്ല. അഖിൽമാരാർ അതിനൊരു സാധ്യത. അതായത് പച്ചക്കള്ളം നിങ്ങൾ പറയുന്നത് പ്രൂവ് ചെയ്ത് തരണം. ഒന്നുകിൽ ഞാൻ പറയാൻ എനിക്ക് സമയം തരണം. അതായത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ക്രമക്കേട് 262 കോടി രൂപ സഞ്ചിത ഫണ്ടിലേക്ക് ക്രമരഹിതമായി മാറ്റി 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. വിനേഷ് കുമാർ തിരുവനന്തപുരത്തുണ്ട് വിവരങ്ങളുമായി. വിനേഷ്, ഏത് തരത്തിലുള്ള ക്രമക്കേടാണ് ദുരിതാശ്വാസ ഫണ്ടിൽ ഉണ്ടായിരിക്കുന്നത്? എന്താണ് CAG റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? CAG റിപ്പോർട്ട് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.06 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റി. റവന്യൂ കമ്മിയും ധനകമ്മിയും കുറച്ചു കാണിച്ചാണ് നടപടി. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടിയുണ്ടെന്ന് CAG. ഇതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അദ്ദേഹത്തെയും ഇപ്പോൾ ഈ ഒരു എതിർപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം പല രീതിയിൽ താഴ്ത്താനും അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ള ചെറിയ ക്യാപ്സൂളൊക്കെ ഇട്ട് ബോംബ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നമ്മൾ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം കണ്ടതുമാണ് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വന്നത്. അതിനൊക്കെ എല്ലാത്തിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി കൊടുക്കുന്നത്. ഇനി ഭയങ്കര രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാനത് പറയാം. ഒന്നാമത്തെ കാര്യം കള്ളപ്രചരണങ്ങളാണ് സർക്കാർ വന്ന് ഒരു മാസം ആകുന്നതിന് മുമ്പ് മുഴുവൻ നടത്തിയത്. KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യ യാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ് ഓർഡിനറി ബസ്സല്ല സിറ്റി ബസ്സാക്കി മാറ്റിയെന്ന് പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. സിറ്റി ഫാസ്റ്റ് കള്ളപ്രചരണം അതിന്റെ ഗ്രേസ് കളയാൻ വേണ്ടി. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ. വ്യാപകമായ പ്രചരണമാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. ഇത് വെച്ചോ, ഞങ്ങളല്ല കൂട്ടിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 1 രൂപ കൂട്ടിയിട്ടില്ല. എന്താണ് തൂഫാൻ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റാഫിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ച ഒരാളെ സ്റ്റാഫാക്കി. പച്ചക്കള്ളല്ലേ പ്രചരിപ്പിച്ചത്? അങ്ങനത്തെ ഒരാളെ സ്റ്റാഫിനെ വെച്ചിട്ടില്ല. ഞാനും ആഭ്യന്തരമന്ത്രിയും കൂടി ഇരുന്ന് ചിരിക്കുക. കാരണം അദ്ദേഹം തരുന്ന പ്രപ്പോസൽ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് വന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ അദ്ദേഹം തന്നിട്ടില്ല, ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടില്ല. ഇല്ലാത്ത കഥ. വൈസ് ചാൻസലർമാരെ RSS പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിനെ ശക്തമായി വിമർശിച്ചു. ഞാൻ വിമർശിച്ചു. തെറ്റാണ്. വൈസ് ചാൻസലർമാരുടെ പദവിക്ക് ചേർന്നതല്ല. സംഘപരിവാറിന്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് ഞാൻ വിമർശിച്ചു. വിമർശനം മാത്രം പോരാ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തു. അത് തെറ്റാണെന്ന് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിനെ ന്യായീകരിച്ചു. ഒരു പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. അതിലൊരു വൈസ് ചാൻസലർ CPM അനുഭാവിയായിട്ടുള്ള ഒരാളായിരുന്നു. അതിനെ വിമർശിച്ചില്ല എന്നും മാത്രമല്ല അതിനെ ന്യായീകരിക്കുക ഒരു തെറ്റുമില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, അവസാനമായിട്ട് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുന്നവർ തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് നമ്മളാണ്, അതായത് ജനങ്ങളാണ്. തമിഴ്നാട്ടിലെ വിജയയുടെ രാഷ്ട്രീയ പടപ്പുറപ്പാടായാലും കേരളത്തിലെ ഈ ഒരു അഴിമതി ആരോപണങ്ങളായാലും ശരി, ഇതിനൊക്കെ അന്ത്യം കുറിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. ഈ രാഷ്ട്രീയ കളികൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇനിയും ഇതുപോലെ മൗനം പാലിക്കണോ അതോ ചോദ്യം ചെയ്യണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഗൗരവകരമായിട്ടുള്ള വാർത്തകളും അതുപോലെ വിശകലനങ്ങൾക്കുമായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.